നീ ഏതാടി നിന്റെ അടുത്താണ് നമുക്ക് മിണ്ടാന്നോണ്ടേ ക്ലോസറ്റ് പോടി അങ്ങോട്ട് പിന്നെ നീ പോടി പിന്നെ തിരിച്ചിട എടാ തിരിച്ച് സംസാരിക്കടാ എടാ തിരിച്ച് സംസാരിക്കടാ പെൺകോന്നാ ഹലോ പോവാണോ കേരളേ ആ കുഴപ്പമില്ല കേറി കേറ് ബാ കേറി 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 എന്താണ് കുട്ടി എന്താണ് വേണ്ടേ നാല് ടയറും പൊട്ടും ഞാൻ കമ്മിറ്ററാണ് ഞാൻ കമ്മിറ്ററാണ് ശല്യം ചെയ്യല്ലേ ഇങ്ങനെ നീ കമ്മിറ്റ് എന്താണെന്നൊക്കെ എന്താ പ്രശ്നം നമ്മൾ എന്ത് ചെയ്ത നിന്നോടൊക്കെ കളിക്കല്ലേ ഗുണ്ടകളാണേ കേറി കേറി നീ ഏതാ എന്താ പുറത്തിറങ്ങി എന്താടി എന്താ പ്രശ്നം എന്താ എന്ത് നിന്നെ ഞാൻ എന്ത് ചെയ്ത് നീ ഏതാടി അല്ല എന്ത് പ്രശ്നം എന്നോട് പേസ വരണ്ട എനിക്ക് ഇഷ്ടമല്ല പിള്ളേർ എന്നോട് പേസ വരാൻ എനിക്ക് ഇഷ്ടമല്ല നീ പോ എനിക്ക് ഇഷ്ടമല്ല താല്പര്യമില്ല പിന്നെ നീ ഏതാടി നിന്റെ അടുത്താണ് നമുക്ക് മിണ്ടാന്നോണ്ടേ ക്ലോസറ്റ് പോടി അങ്ങോട്ട് പിന്നെ നീ പോടി പിന്നെ തിരിച്ചിട എടാ തിരിച്ച് സംസാരിക്കടാ എടാ തിരിച്ച് സംസാരിക്കടാ പെൺകോന്താ നീ പോളാ പെൺകോന്താ തിരിച്ച് സംസാരിക്കൂ നീ ഏതാ പോളാ കൊണ്ടേ മര്യാദക്ക് സംസാരിക്കടാ നീ ഏതാ പോടി പിന്നെ നീയൊക്കെ ഏതാ പിന്നെ കണ്ടവളമാർക്ക് റെസ്പെക്ട് എടുക്കാൻ പറ്റില്ല തിരിച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ നിന്നെ വിടറാ നീക വന്നേ വിടറാ എടാ വണ്ടി ഇടിച്ചു പോലണ്ടാ എന്താടാ നായ് നിനക്കെന്താ കഴക്കുന്നുണ്ടോ ഹലോ കേക്കാവോ അല്ല എന്താ ആക്ച്വലി പ്രശ്നം എന്താ ഒന്ന് പറയാവോ ഒന്ന് ഇതാരാണ് ചന്ദ്ര ഇപ്പൊ നീകൻ ഇവിടെ ചെയ്തിരിക്കുന്ന വെച്ചാൽ നീകന്റെ നേരത്തെ ഒരു കത്തി ഉണ്ടായിരുന്നു അത് ഞാൻ എടുക്കാത്തതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നീകൻ വേറെ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല എന്ന് എന്റെ പറഞ്ഞുകൊണ്ടാണ് അതേ കത്തി വെച്ചുകൊണ്ടാണ് നീകൻ ഇപ്പൊ ഇവിടെ ഒരാളെ കുത്തിക്കുന്നത് ഒരാളെ രണ്ട് മൂന്ന് പേരെ കുത്തിക്കുന്നു എന്നെയാണ് ഞാൻ കുത്തിക്കൊന്ന് നീയൊക്കെ സംസാരിച്ചോണ്ടാ പറയട്ടെ ഞാൻ കാര്യം ചെയ്യട്ടെ അല്ലെങ്കിൽ ഈ പെമ്പിള്ളേരിലേക്ക് ഈ സീൻ ഇല്ലാത്തവരാ അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് സംസാരിച്ചൊന്ന് പറയാമോ ഒന്ന് വ്യക്തമായിട്ട് ஆக்சுவலி இதுக்கு முன்னாடி எங்களுக்கு ஒரு சிச்சுவேஷன் இருந்துச்சு அப்ப அந்த டைம்ல இவங்களாம் செக் பண்ணதா நான் வந்து கேட்டேன் உங்களோட கிட்ட பேச உங்களோட பேர் என்னதா கேட்டேன் സംസാരിക്കുമ്പോൾ മര്യാദയ്ക്ക് സംസാരിക്കണം അല്ലാണ്ട് നിക്ക് അല്ല ഈ പുള്ളിക്കാരൻ സാറേ ലൈക്ക് ഞങ്ങൾ ആകെപ്പാടെ ചെയ്തത് സാറേ ലൈക്ക് ഞങ്ങൾ ചെയ്ത ഇത് പറഞ്ഞുതരാം അതായത് ലൈക്ക് ഞങ്ങൾ ഈ പുള്ളിക്കാരന്റെ വണ്ടി ഞങ്ങൾ എടുത്തായിരുന്നു പുള്ളിക്കാരന്റെ വണ്ടി നിന്ന് വലിച്ചിട്ടിട്ട് അതാണ് ഞങ്ങള് ഇവിടെ ചെയ്തത് ലൈക്ക് ഇതാ ഈ പുള്ളിക്കാരന്റെ ഈ കോട്ടിട്ടേക്കണ എന്റെ ലെഫ്റ്റിക്കുന്ന അത് പിന്നെ ആരുടെ വണ്ടിയാ പിന്നെ ആരെ നമ്മൾ വലിച്ചിട്ടത് നീ അവൻ പോയി അല്ലല്ല ഈ കുട്ടി ഒന്ന് വന്നേ ഒരു മിനിറ്റ് കുത്തിയതാണ് ഏറ്റവും വലിയ കേസ് ഹലോ ഒന്ന് വന്നേ ഇതിലേടാ സ്നൈപ്പിന്റെ ചേച്ചി ഹലോ ഹലോ ഇതാരാ ഗായത്രി നമ്മൾ ഇന്നലെ മെനിഞ്ഞാന്തോ കണ്ടല്ലേ അതാരാ കൂടെ നിൽക്കുന്ന ആരാ എന്നോട് ഫ്രണ്ട്സ് തമ്പികള് ഞാൻ ആരുടെ ദേഷ്യപ്പെട്ടത് ഞാൻ ചന്ദ്രൻ പേര് சொல்லவே இல்ல അല്ല ഞാൻ ആ കുട്ടിയെടുത്തല്ല അല്ലല്ല ആ കുട്ടി എന്റെ തിരിച്ച് റോങ് ഇതായോണ്ടാണ് ഞാൻ തിരിച്ച് സംസാരിച്ചത് നീക്കൊന്ന് ഒരു കാര്യം പറയട്ടെ
അതില്ലേ ആ തമിഴ് സംസാരിക്കുന്നില്ലേ അത് സ്നൈപ്പിന്റെ ചേച്ചിയാ. ഒന്നാമത് സേഫ് സോൺ ആണ്. ഓക്കെ, അതും ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കണം. സാറേ നേരത്തെ പല പ്രാവശ്യം നമ്മൾ നോക്കണം. സാറേ ട്രിഗർ ചെയ്തു സാറേ അവർ വന്നിട്ട് ഇല്ല സാർ നമ്മൾ നോക്കണം. ട്രിഗർ ചെയ്തു സാറേ നമ്മൾ ചുമ്മാ ട്രിഗർ ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കത്തിയെടുത്ത് കുത്താണോ ചെയ്യുന്നത്? സാറേ എന്നെ ഇടിച്ച് സാറേ വരുന്നു. കത്തിയെടുത്ത് കുത്തി കൊല്ലുവോ? സാറേ ക്ഷമിക്കും സാർ ക്ഷമിക്കും, ഇനി ആവർത്തിക്കില്ല. സാറേ കത്തി തരാമോ? ആ കത്തി തരില്ല ഇനി. അപ്പോ ചന്ദ്ര വിളിച്ചോണ്ടോ? എനിക്ക് ജയിലിൽ വിടാനുള്ള ഇതില്ല, പ്രോപ്പർ അല്ലാത്തോണ്ടാ വിടാത്ത. ഹലോ വന്നേ. Hello. ഒരു മിനിറ്റ്. That's all right. give respect and take respect. Hello. Ladies. Give respect and take respect. നിന്നോട് മര്യാദയ്ക്ക് പോവാൻ തന്നെ പറഞ്ഞു. ഒരു മിനിറ്റ് ചന്ദ്ര, ഒരു മിനിറ്റ്. എനിക്ക് ഇതിനകത്ത് റെപ്രസെന്റേറ്റീവ് ചോദിക്കണം. എനിക്ക് ചെയ്തില്ല, എന്റെ സുഹൃത്തായതുകൊണ്ട് ഞാൻ വിട്ടിരിക്കണം. ഇതാരാണത്? ഹലോ സോറിടാ, ഞാൻ അവരെ കുത്തിയ നിന്നെ ചുമ്മാ കുത്തിയേ. നിനക്ക് ചന്ദ്ര, നീ ഞാൻ ജയിലിലോട്ട് പ്രോസസ് ചെയ്യാണേ. ഓക്കെ പിന്നെ എന്നെ ജയിലിൽ വിട്ട് എനിക്ക് പുല്ല് സാറിനോടല്ല അവളോടാ പറഞ്ഞേട്ടാ. പക്ഷെ നീ നമ്മള് കൊറേ പോയിട്ടുണ്ട് കേട്ടോ. ട്രിഗർ ചെയ്യുന്ന രീതിയിൽ ആദ്യം സംസാരിച്ചു തുടങ്ങി. കുത്തിയ ഞങ്ങളുടെ മിസ്റ്റേക്ക്. ഇപ്പൊ ഞങ്ങള് ആദ്യം വിചാരിച്ചു ഈ വണ്ടി എടുത്ത ബേസിസിൽ ഞങ്ങളടുത്ത് ആരോ വന്നിട്ട് പിന്നെ എന്തിനാണ് പോയി അവിടെ പോയി സംസാരിച്ചത്? ഈ പുള്ളിക്കാരനെ നമുക്കൊരു സംശയമുണ്ട്. ചുമന്ന മുടി പച്ച മുടി എന്നാണ് പച്ച മുടി നോക്കിട്ട് ഒരാളെ പറയട്ടെ. അപ്പം ഈ പച്ച മുടിക്കാരൻ്റെ അടുത്ത് നമ്മൾ പറഞ്ഞു ബ്രോ ഒന്ന് നിൽക്കുമെന്ന് ചോദിച്ചു. അപ്പൊ ഇവൻ എന്റെ മേത്ത് വണ്ടി കെട്ടിട്ട് പറഞ്ഞടാ ഞങ്ങള് ഗുണ്ടകളാണ് കുത്തുവേ എന്ന് പറഞ്ഞിട്ട് പോയി. എന്റെ അടുത്ത് പറഞ്ഞില്ലയോ? ഞങ്ങൾ ഇച്ചിരി പേരെടുത്ത ഗുണ്ടകളാണ് പറഞ്ഞാൽ ചിലപ്പോ ഇപ്പൊ ഞാൻ ചന്ദ്ര, ഞാനിപ്പോ എല്ലാം പറഞ്ഞിട്ട് നിങ്ങളെ ഇതാക്കി വിട്ടതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് നീങ്ങാൻ അവിടെ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട്. സോ അതിന്റെ പേരിൽ എനിക്ക് ഇനി ഇത് കേസ് അവരും പറഞ്ഞു കേസ് എടുക്കണമെന്ന്. സോ ഇതിന്റെ കേസ് എടുത്തേ പറ്റൂ. ഞാൻ പ്രോസസ് ചെയ്യാണ് പുള്ളിയെ. ഓക്കെ, ഇവിടെ നിന്ന് സെല്ലിലോട്ട് വിടുകയാണ്. പുതിയ സെല്ലല്ലേ? സാറേ 10 lakh ചന്ദ്രന് വെച്ചോ. ചന്ദ്ര പൈസ കൊടുത്തിട്ടോ? ബ്രോ നമ്മള് അത് അങ്ങനെ വെച്ച് ചെയ്യണോന്ന് ചെയ്തല്ല കേട്ടോ. അങ്ങനെയല്ല, നമുക്കത് ടോട്ടലി റോങ് ആയിട്ടാ തോന്നിയത്. നിങ്ങൾ എല്ലാരും കൂടി വന്നിട്ട് നമ്മളിങ്ങനെ ട്രിഗർ ചെയ്യുന്ന പോലെ ട്രിഗർ ചെയ്യില്ല. അത് പറഞ്ഞത് ഓക്കെയാണ്, അവനത് പറഞ്ഞത് ഓക്കെയാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് ഇപ്പൊ നീ അല്ലല്ലോ സംസാരിച്ചത്. അപ്പൊ സിറ്റുവേഷൻ ഇല്ലാത്ത പെമ്പിള്ളേരൊക്കെ വന്നിട്ട് സംസാരിച്ചപ്പോ ഞങ്ങൾക്ക് ബാഡായി ഭയങ്കരമായിട്ട്. അല്ല, അവരെയാണ് ഈ കുത്തിയത്. മറ്റേ ഇതുപോലെ ഇത് കറക്റ്റ് ഇതേ മുടിയെന്ന് സ്പൈക്ക് മുടി കോട്ട് വിട്ട് നടക്കുന്ന ഒരാള്. അപ്പം അവർക്ക് സംശയം വന്നു. അപ്പൊ അവരുടെ സംശയം വന്നപ്പോ പുള്ളി അവരുടെ അടുത്ത് എന്താ എന്ന് സംസാരിച്ചത് ബ്രോ കണ്ടതല്ലേ എന്നെ പോലെ എടി നീയൊക്കെ ഏതാ അടി നിനക്കൊക്കെ എന്താ വേണ്ട, ലൈക്ക് ആ ഒരു ടോണിലാണ് സംസാരിച്ചത്. നല്ല ഹൈ വോയിസിലാണ് സംസാരിച്ചത്. അപ്പൊ അവര് ഇപ്പൊ ബ്രോ അവിടെ നിൽക്കുമ്പോ എനിക്ക് ബ്രോന് ഡൗട്ട് ഉണ്ട്. ഞാൻ വന്നിട്ട് ബ്രോന് ട്രിഗർ ചെയ്യുന്ന പോലെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ബ്രോ അതിനെ അങ്ങനെ എടുക്കത്തോണ്ട് അത് അവര് മിണ്ടിയില്ല അവിടെ. അവരുടെ അടുത്ത് അങ്ങോട്ട് ചെന്ന് കയറേണ്ട ആവശ്യമില്ലായിരുന്നു. ഞാനാണ് ചോദിച്ചത് ഉള്ളാരും ഉണ്ടോ പറയാം. അത് ഞാൻ ഇവിടെ പറയാം, ഞാനാണ് ചോദിച്ചത് ബ്രോ വണ്ടിയിൽ നിന്ന് ഇറങ്ങാമോ. പുള്ളി അവരുടെ അടുത്താണ് ചോദിച്ചത്. ഇപ്പൊ എന്നെ വരെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരുത്ത ഇടിച്ചു വന്നിട്ട് ഞാൻ ചോദിച്ചില്ല. ഇപ്പൊ ഞാൻ ഇപ്പൊ എന്നെ വരെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാൾ വന്ന് എന്റെ വണ്ടി എന്നെ വരെ നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ വന്നിട്ട് ഇടിച്ചു വന്നായിരുന്നു. ഞാൻ ഇപ്പൊ പൊങ്ങിട്ടാ വന്നേ. അതെ പച്ചമുടി. എന്നിട്ട് ഞാൻ ഒന്നും ചോദിച്ചില്ല അവനടുത്ത്. എന്നെ കുത്തി കൊത്തു ലീഗലായില്ലേ? അപ്പം അപ്പൊ ഫ്രണ്ട്സ് മനസ്സിലായി. മനസ്സിലായി.
ഓക്കെ ഞാൻ സോറി ബ്രോ ഇവിടെ നമ്മളൊരു ഇത്രയും ഇല്ല ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്റെ ഓക്കെ നീക ചന്ദ്ര നീകനെ ജയിലിൽ നിന്ന് കളക്ട് ചെയ്യാം. ഓക്കെ ഇതെന്താ സാറേ ഇത് പാഴ്സൽ അയക്കണേ. ഹലോ T/FPS അടിച്ചിട്ട് റാപ്പിഡ് ബൂസ്റ്റോ ഇതിനെ പറ്റിയൊക്കെ നല്ല ധാരണ ഉണ്ടല്ലോ അല്ലേ? ഹലോ ചന്ദ്ര. ആ വണ്ടി വേണോ ചന്ദ്ര? വേണ്ട പോയിട്ടാ പോട്ട് ജയിലിലോട്ട് പോട്ടെ. എവിടെ പോണ്ടേ? ജയിലിലോട്ട് ഞാൻ സീറ്റ് വരാം. ഹലോ ഹലോ ആ എന്തായിട്ട് ചേച്ചിനകത്ത് ഏതാ ലോ ഗ്രാഫിക്സ് ആണോ? എടാ FPS ബൂസ്റ്റ് റാപ്പിഡ് ബൂസ്റ്റ് T/FPS റാപ്പിഡ് ബൂസ്റ്റ് അതന്നെ ഇനി എല്ലാം സ്മൂത്ത് ആയിരിക്കും. ശരി ഇവനെ കൊണ്ടുപോയി എന്താ നടന്നേ അവിടെ?